ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇഫ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ ചിക്കൻ കാണിക്കാമെന്ന്. അപ്പോൾ ഇഫ ചിക്കനാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്ത് നോക്കിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പം ഞാനും ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യത്തിലാണ് ഞാൻ വീഡിയോ എടുത്തത്. ആദ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. ചിക്കൻ 2 പീസാണ് ഞാൻ എടുത്തേക്കണത്. അതിനനുസരിച്ചിട്ടാണ് മസാല എടുത്തേക്കണത്. 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് എടുത്തത് മഞ്ഞൾപ്പൊടി. അപ്പോൾ അതും ഇട്ടിട്ടുണ്ടായി. മുളക് പൊടി 1/4 ടീസ്പൂണ് ഇട്ടേക്കണത്. എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടേക്കണത്. പിന്നെ കാശ്മീർ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെ നമുക്ക് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കസൂരി മേത്തി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ചിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ച് എടുത്ത് എത്ര നേരം വെക്കാൻ പറ്റുമോ അത്ര നേരം വെക്കുക. ഒട്ടും സമയമില്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറെങ്കിലും വെക്കുക. അപ്പോൾ ഇത് എല്ലാം കുഴച്ച് നന്നായിട്ടൊന്ന് എടുക്കണുണ്ട് ഞാൻ. ലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ പണി കഴിയണ ഒരു ചിക്കൻ തന്നെയാണ് റെഡിയാക്കണത്. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിയും, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.
ഡെക്കറേഷനായിട്ട് ചെയ്തേക്കണാണ് ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അധികം നേരം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി ഒന്ന് കയറിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്കത് അപ്പം തന്നെ തീ ഓഫാക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.